വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ശിശുവായ യേശുവിനെ കൈകളിലെടുക്കുവാനുള്ള അനുഗ്രഹം ലഭിച്ച ശിമിയോൻ എന്ന പ്രവാചകനെയും അന്ന എന്ന പ്രവാചകിയെയും സഭ അനുസ്മരിക്കുന്ന ദിവസമാണിന്ന്. യേശു 2 ഘട്ടങ്ങളിലായി പ്രത്യക്ഷീകരിക്കപ്പെടുന്നു. ഒന്നാമതായി ശിമിയോന് വെളിപ്പെടുത്തുന്നു. രണ്ടാമതായി സ്തോത്രഗീതത്തിലൂടെയും പ്രവചനത്തിലൂടെയും ശിമയോൻ യേശുവിനെ ലോകത്തിന് പ്രത്യക്ഷപ്പെടുത്തുന്നു. പിന്നീട് അന്ന എന്ന പ്രവാചകി യേശുവിനെ കാണുകയും അവനെ പറ്റിയുള്ള വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. നീതിമാനും ദൈവഭക്തനുമായിരുന്ന ശിമയോൻ ഇസ്രായേലിൻ്റെ ആശ്വാസവും രക്ഷയും പ്രതീക്ഷിച്ചിരുന്നു എന്ന വാക്യം ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്ന സദ്വാർത്ത വാഹകൻ ജെറുസലേമിന് ആശ്വാസത്തിൻ്റെയും രക്ഷയുടെയും സന്ദേശം കൊണ്ടുവരുന്നു എന്ന വാക്യത്തെ ഓർമ്മിപ്പിക്കുന്നു. ശിമയോൻ വൃദ്ധനാണെങ്കിലും കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ലെന്ന് പരിശുദ്ധാത്മാവ് ഉറപ്പു നൽകിയിരിക്കുന്നു. ശിശുവായ യേശുവിനെ മാതാപിതാക്കൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന സമയത്തു തന്നെ അവിടെ വരുവാൻ പരിശുദ്ധാത്മാവ് ശിമയോനെ പ്രേരിപ്പിച്ചു. ശിമയോൻ ശിശുവിനെ തിരിച്ചറിയുകയും അവൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായ സക്കറിയ യോഹന്നാന്റെ മഹത്വവും അവൻ അനുഷ്ഠിക്കുവാൻ പോകുന്ന വലിയ കാര്യങ്ങളും പ്രവചന ഗീതത്തിലൂടെ പാടിയതുപോലെ ശിമയോൻ യേശുവിൻ്റെ മഹത്വവും അവിടുന്ന് ചെയ്യുവാൻ പോകുന്ന വലിയ കാര്യങ്ങളും സ്തോത്രരൂപേണ ആലപിക്കുകയും പ്രവചനം നടത്തുകയും ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ശിമയോൻ ശിശുവിനെ തിരിച്ചറിയുകയും അവൻ വഴി ഉണ്ടാകുവാൻ പോകുന്ന രക്ഷ ഗ്രഹിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ശിമയോൻ ശിശുവായ യേശുവിനെ കൈകളിൽ വാങ്ങിയതും ദൈവത്തെ സ്തുതിച്ചതും. യജമാനന്റെ വരവ് കാത്തിരിക്കുന്ന ഒരു സേവകന്റെ സ്ഥാനമാണ് തൻ്റേതെന്നും പൂർവികർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷ യേശു തന്നെയാണെന്നും ശിമയോൻ തൻ്റെ സ്തോത്രഗീതത്തിൽ എടുത്തു പറയുന്നു. യഹൂദർക്കും വിജാതിയർക്കും ഒരുപോലെ ഈ രക്ഷ സാധ്യമാണ് എന്നുള്ളതിന് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ പ്രാധാന്യം നൽകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാർവത്രിക രക്ഷ എന്ന പ്രിയപ്പെട്ട പ്രമേയത്തിലേക്ക് അത് വിരൽ ചൂണ്ടുന്നു. യേശുവിൻ്റെ പീഡാസഹനം എന്ന ജീവിത ദൗത്യവുമായി മറിയത്തിൻ്റെ ഭാവിയും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുമെന്ന പ്രവചനത്തിലൂടെ ശിമയോൻ വെളിപ്പെടുത്തുന്നു. ദൈവിക പദ്ധതിക്ക് കീഴ്പ്പെടുന്നത് വഴി പുത്രനെ നഷ്ടപ്പെടുകയും അവൻ്റെ മരണത്തിലൂടെ വേദനയുടെ ഉച്ചകോടിയിലെത്തുകയും ചെയ്യേണ്ടിയ മറിയം അനുഭവിക്കേണ്ടിയ വേദനയെ വാൾ പ്രതിനിധാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ രക്ഷ സകല മനുഷ്യർക്കും വേണ്ടി ഉള്ളതാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 34-35 വാക്യങ്ങളിൽ സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടുത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നുവെന്ന് വിശുദ്ധ പത്രോസ്ലീഹായെ പോലെ നാമും പറയേണ്ടിയിരിക്കുന്നു. നമ്മെ പ്രതിനിധീകരിച്ച് ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട ശിശുവായ യേശു നമ്മിൽ നിന്ന് ആത്മപരിത്യാഗം ആവശ്യപ്പെടുന്നു. അതിൽ സഹനം ഒളിഞ്ഞിരിപ്പുണ്ട്. സകലരും ദൈവത്തിൻ്റെ രക്ഷ അനുഭവിക്കണമെന്ന തീക്ഷ്ണമായ ആഗ്രഹം എന്നിലുണ്ടോ? അതിനായി ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ രക്ഷ മറ്റുള്ളവരിലേക്ക് പകരുന്ന ഒരു ഉപകരണമായി ഞാൻ മാറിയിട്ടുണ്ടോ? ക്രൈസ്തവ ജീവിതത്തെ ബലവത്താക്കുന്ന ആത്മപരിത്യാഗവും സഹനവും എപ്രകാരമാണ് ഞാൻ ഏറ്റെടുക്കുന്നത്? ഈശോയെ, സകലരെയും ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുക എന്ന ദൗത്യം നിർവഹിക്കുവാനുള്ള കൃപയും സഹനത്തെ ഏറ്റെടുക്കുവാനുള്ള ശക്തിയും നൽകണമേ.